ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ സോൾട്ട് ആൻഡ് പെപ്പർ ഫാമിലി. അപ്പൊ എല്ലാവരും വീട്ടില് സുഖമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇവിടെ സന്തോഷത്തോടെ സുഖമായിരിക്കുന്നു. ഇന്ന് വ്ലോഗ് ചെയ്യാൻ നിധി കൊണ്ട് എന്റെ കൂടെ. ആദ്യമായിട്ടാണ് എനിക്ക് നിതീഷിനെ കിട്ടണത്. അങ്ങനെ ക്യാമറ മുമ്പിൽ വരാറൊന്നുമില്ല, ഞാൻ പിടിച്ചിരുത്തിയതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പഴയ വീട്ടിൽ നിന്ന് ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറിയെന്ന്. അപ്പൊ കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ ടെമു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് വഴി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങളോടും കൂടി അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഞാൻ വാങ്ങിച്ചെന്നുള്ളത്. ടെമു എടുത്തൊരു ഷോപ്പിംഗ് ആപ്പാണ് കേട്ടോ, ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പാണ്. A to Z ഐറ്റംസും അതിനകത്ത് അവൈലബിൾ ആണ്. എല്ലാ പ്രൊഡക്ട്സും, ഫാഷൻ ആയിക്കോട്ടെ, ബ്യൂട്ടി ആയിക്കോട്ടെ, ഇലക്ട്രോണിക്സ് ആയിക്കോട്ടെ, കൊച്ചുങ്ങൾക്ക് വേണ്ടിയുള്ള ടോയ്സ് ആയിക്കോട്ടെ, ഗെയിംസ് ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ടെമു ഷോപ്പിംഗ് ആപ്പ് വഴി. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നമുക്ക് ആ പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആയിട്ടുള്ളത്. അതും വിത്തിൻ 6 to 7 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് പ്രൊഡക്ട്സ് ഡെലിവറിയും കിട്ടും. നമുക്ക് കൂടുതൽ സംസാരിക്കാണ്ട് ഞങ്ങൾ വാങ്ങിച്ച പ്രൊഡക്ട്സ് എല്ലാം നമുക്ക് അൺബോക്സ് ചെയ്യാം. പ്രോഡക്ട്സ് എല്ലാം നമ്മുടെ ബാക്കിൽ തന്നെ ഉണ്ട്. അപ്പൊ ഫസ്റ്റത്തെ ഐറ്റം ഒരു മൾട്ടിപർപ്പസ് ട്രാഷ് ക്യാൻ ആണ്. നമുക്ക് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഞങ്ങൾ ഇത് മെയിൻ ആയിട്ട് വാങ്ങിച്ചത് ഫുഡ് വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 ലിറ്ററിന്റെ ട്രാഷ് ക്യാൻ ആണിത്. നമുക്കിത് ഹാങ് ചെയ്ത് വെക്കാം വോളില്. നെക്സ്റ്റ് ഐറ്റം ഒരു കോർണർ റാക്ക് ആണ്. ഇത് നമുക്ക് ബാത്റൂമിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്, ടോയ്ലറ്ററീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഷേപ്പിലാണ് ഇത് വന്നത്. അപ്പൊ നെക്സ്റ്റ് ഐറ്റം ഒരു അബ്സോർബിംഗ് മാറ്റ് ആണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാങ്ങിച്ച സമയത്ത് ഇത്തിരി വലുതായിരുന്നു പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നത് ചെറുതായി പോയി. നമ്മൾ പ്ലേറ്റ് ഒക്കെ വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്യാൻ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഈ ഒരു മാറ്റ്. ഇത് ഒരു 3 പീസിന്റെ മൈക്രോ ഫൈബർ ടവൽസ് ആണ്. നമ്മ ഹാൻഡ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഹാൻഡ്സ് ഒക്കെ ഒന്ന് തുടക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു. ഇതും ഞാൻ കണ്ടപ്പോഴേക്ക് ഇത്തിരി കൂടി വലുതാണ് പ്രതീക്ഷിച്ചത്, പക്ഷെ എന്നാലും കൊള്ളാം. 3 ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടവൽസ്. നെക്സ്റ്റ് ഐറ്റം ഞാൻ വാങ്ങിച്ചത് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റം ആയിരുന്നു. കാരണം ഹേജ് എപ്പോഴും കിച്ചണിലെ ഡ്രോയേഴ്സ് ആണെങ്കിലും റൂമിലെ ഡ്രോയേഴ്സ് ആണെങ്കിലും എപ്പോഴും വന്ന് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലെ ഐറ്റംസ് ഒക്കെ എടുത്ത് പുറത്തിടും. അപ്പൊ അത് തുറക്കാതിരിക്കാൻ വേണ്ടി വാങ്ങിച്ചതായിരുന്നു ഈ ഡ്രോയേഴ്സ് ലോക്കേഴ്സ്. ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇത് നമ്മളിവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് ഐറ്റം ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡംപ്ലിംഗ് മേക്കർ ആണ്. ഞാൻ ഇടയ്ക്കൊക്കെ മറ്റേ മൊമോസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നിതീഷ് അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ പരുത്തി ഉണ്ടാക്കൽ പോസിബിൾ അല്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ഐറ്റം കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ചാണ്. ഈസി ടു മേക്ക് ആണ്. ഇതാണ് ആ ഒരു ഐറ്റം. ഇനി അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. വളരെ ചെറുതായിട്ടൊരു ക്യൂട്ട് ടൂത്ത് ബ്രഷ് ഹോൾഡർ ആണ്. അത്യാവശ്യത്തിന് 2 പേർക്കുള്ള ബ്രഷും ടൂത്ത് പേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി പറ്റിയ ഒരു രീതിയിൽ. അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിച്ചൺ അക്സസറീസ് ആണ്. ഇത് ഒരു 4 ഷേപ്പിലാണ് വന്നത്. മുട്ട വറുക്കാനും പിന്നെ ബുൾസേക്ക് അടിക്കുന്ന സമയത്ത് ഇത് ഞാൻ സ്പെഷ്യലായിട്ട് ഹേഗിന് വേണ്ടി വാങ്ങിച്ചേട്ടാ. പിള്ളേരെ ഒന്നുകൂടി അട്രാക്ട് ചെയ്ത് ആ ഒരു ഫുഡൊക്കെ കഴിപ്പിക്കാമല്ലെന്ന് വിചാരിച്ച് ഞാൻ വാങ്ങിച്ചതാണ് ഈ 4 എണ്ണം. ഒരു 4 ഷേപ്പിലാണ് ഇത് വന്നത്. ഇത് ലവിന്റെ ഷേപ്പില്, പിന്നെ ഇതൊരെണ്ണം സ്റ്റാറിന്റെ ഷേപ്പില്, പിന്നെ ഇതൊരെണ്ണം ഫ്ലവറിന്റെ ഷേപ്പില്, ലാസ്റ്റ് വൺ ഒരു സർക്കിൾ ഷേപ്പില്. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു 3 പീസിന്റെ സോക്ക് സെറ്റ് ആണ്. ഇത് ഞാൻ ഹേഗിന് വേണ്ടി വാങ്ങിച്ചത്. വിന്റർ ആയതുകൊണ്ട് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ഫ്ലീസി സോക്സ് ആണ് കേട്ടോ. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു നോൺ സ്ലിപ്പ് ഷെൽഫ് ഡ്രോയർ മാറ്റ് ആണ്, വാട്ടർ പ്രൂഫിന്റെ. ഇതും ഒരു ഇത്തിരി വലുതാണ് കണ്ടത്, പക്ഷേ ഒരു ഇത്തിരി ചെറുതായി പോയി. യൂസ്ഫുൾ ആണ്. അതെ, യൂസ്ഫുൾ ആണ്. ഇതും ഒരു കോർണർ റാക്ക് ആണ്, ബാത്റൂമിൽ തന്നെ വെക്കണത്. ഇത്തിരി കൂടി നല്ല ക്വാളിറ്റി ഉണ്ട്. ഫൈബറൊക്കെ നല്ല കട്ടിയുള്ള ഫൈബറാണ്. ഇത്തിരി കൂടി ക്വാളിറ്റി ഉണ്ട് ഇതിന്. പിന്നെ അടുത്തത് വന്നത് ഒരു 5 പീസിന്റെ ഒരു വിന്റേജ് ഫ്ലോറൽ ആംഗിൾ സോക്സ് ആണ്. ഇത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നമുക്ക് വിന്ററിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയൊരു സോക്സ് ആണ്. 5 പീസിന്റെ നല്ല ഡിസൈനും കാര്യങ്ങളിലൊക്കെയാണ് വന്നത്. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു സിങ്ക് ഡ്രെയിൻ ബാസ്ക്കറ്റ് ആണ്. നമുക്ക് ബ്രഷും ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത്തിരി കൂടി വലുതായിരുന്നു പ്രതീക്ഷിച്ചത്, കിട്ടിയത് ഒരു ഇത്തിരി ചെറുതായി പോയി. ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ഐറ്റം ടോയ്ലറ്റ് ടിഷ്യൂസ് ഒക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഒരു ചെറിയൊരു സ്റ്റാൻഡ്. അടുത്ത വന്നൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റിക്കർ ആണ്. വേറൊന്നല്ല, മോൾഡ് റെസിസ്റ്റന്റ്. ഇപ്പൊ വിന്റർ ഒക്കെ ആയത് കാരണം മോൾഡ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഇതായത് നമ്മുടെ ടോയ്ലറ്റിന്റെ ആ ഒരു ക്ലോസറ്റിന്റെ അടിയിലെ ആ ഒരു സൈഡിലൊക്കെ ഈ ഒരു സ്റ്റിക്കർ ഒടിച്ചിട്ടുണ്ടെങ്കിൽ മോൾഡ് റെസിസ്റ്റ് ചെയ്തോളും നല്ലതുപോലെ. നമുക്ക് അവിടെ മാത്രമല്ല, ഈ പറഞ്ഞ ഗ്യാസ് സ്റ്റൗവിന്റെ ടോപ്പിലാണെങ്കിലും ആ സൈഡിലേക്കാണെങ്കിലും നമുക്കിത് യൂസ്ഫുൾ ആണ്. അടുത്തൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി സ്റ്റിക്ക് ഹോൾഡർ ആണ്. നമ്മുടെ ക്ലോത്ത്സും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമുക്കിത് ഡോർസിന്റെ ബാക്കിൽ സ്റ്റിക്ക് ചെയ്തിട്ട് ക്ലോത്ത്സ് ഒക്കെ തൂക്കിടാൻ വേണ്ടിയിട്ട്.
നെക്സ്റ്റ് വന്നൊരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ഫ്രഷ്നർ ആണ്. ഞാനിപ്പോൾ ടോയ്ലറ്റിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഓരോരോ പാക്കിംഗ് ആയിട്ടാണ് വന്നത്. ഞാൻ ലാവൻഡറിന്റെ സെന്റാണ് വാങ്ങിച്ചേക്കുന്നത്. നമ്മൾ ഈ ഒരു പാക്കിംഗ് ഐറ്റം ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെയാണ് വെക്കണം. ഇപ്പോൾ ബാത്റൂമിലാണെങ്കിൽ ബാത്റൂം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ബാക്കിലൊരു സ്റ്റിക്കർ ഉണ്ട്. ഇതും ഒരു സെന്റഡ് സാഷറ്റ് ആണ്. ഇതും നമുക്ക് വാർഡ്രോബിന്റെ ഉള്ളിലൊക്കെ, ബെഡ്റൂമില് വാർഡ്രോബിനുള്ളിലൊക്കെ വെക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. 5 സെന്റഡ് ആയിട്ടുള്ള ഒരു സാഷറ്റ്. ഇതൊരു 3 ക്യൂട്ട് ആയിട്ടുള്ള ഒരു ചാർജർ ഹോൾഡർ ആണ്. നമ്മൾ സാധാരണ ചാർജറിന്റെ വയറൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ കിടക്കുന്നത്. ഒന്നും നല്ല പ്രോപ്പർ ആയിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു കിച്ചൺ ഓയിൽ റെസിസ്റ്റന്റ് സ്റ്റിക്കർ ആണ്. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വോളിൽ ഇത് ഒടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഓയിലൊക്കെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും നമുക്ക്. നെക്സ്റ്റ് ഐറ്റം വന്നതും ഒരു ഈസി സ്റ്റിക്ക് വോൾ ഹുക്കാണ്. നമുക്ക് വോളിൽ ആണി അടിക്കാണ്ട് തന്നെ ഇതിന്റെ ബാക്കിലും സ്റ്റിക്കർ വരും. ഈ സ്റ്റിക്കർ നമുക്ക് വോളിൽ ഒടിച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഫോട്ടോസ്, ഫ്രെയിംസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി വോൾ സ്റ്റിക്കാണിത്. പിന്നെ ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇയർ മഫ് ആണ്. വേറെ നല്ല വിന്റർ ആയത് കാരണം നമ്മൾ എവിടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേക്കും വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഫോൾഡബിൾ ആണ് ഇത്. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു ഡിസ്പോസിബിൾ ഷവർ ഡ്രെയിൻ ഹെയർ ക്യാച്ചർ ആണ്. നമുക്ക് കുളിച്ച് ചെയ്യുമ്പോഴേക്കും വെള്ളം പോകണം അവിടെ നമ്മൾ ഇത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെന്നാണെങ്കിൽ ഹെയർസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എടുത്ത് കളയാൻ വേണ്ടി പറ്റും. ഡിസ്പോസിബിൾ ആണ് ഈ ഒരു ഐറ്റം. അങ്ങനെ അപ്പോൾ ഒരു പാക്കേജ് നമ്മെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകണേ. ഇനി വേറൊന്നുമല്ല, ഇത് നമ്മ ബാത്റൂമിൽ ഇടാൻ വേണ്ടി വാങ്ങിച്ച മാറ്റാണ്. വലിയൊരു ലോങ് മാറ്റ്. ഇതൊരു 3 പീസ് സെറ്റ് ആയിട്ടാണ് വന്നത്. ഇതൊരെണ്ണം നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി ഇടാൻ വേണ്ടിയിട്ടുള്ളതാണിത്. ഇതെന്തിനുള്ളതാണ്? ഇത് നമുക്ക് മറ്റേ വാഷ് ബേസിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യണ ആ ഒരു ഏരിയയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത്. ഈ ഒരെണ്ണം. ഈ ഒരു മാറ്റ് വന്നത് ക്ലോസറ്റിന്റെ താഴെയായിട്ട് വെക്കാനുള്ളതാണ്. കിച്ചൺ ടിഷ്യൂ വെക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു ഐറ്റമാണ് ഇതൊരെണ്ണം. ഈ ഐറ്റം വേറെ ഒന്നുമല്ല, നമ്മ ലിവിംഗ് റൂമിലേക്ക് കയറി വരുമ്പോൾ തന്നെ അവിടെ ഇടാൻ വേണ്ടി വാങ്ങിച്ചൊരു മാറ്റാണ്. നല്ല അടിപൊളി, നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നത് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ടച്ച്. ഒരു 6 ഗ്ലാസ് ഡാം വേണ്ടിയിട്ട് വാങ്ങിച്ചൊരു മഗ് ഹാങ്ങർ ആണ്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വന്നേക്കുന്നത്. ഇതിന് 2 പീസും കൂടി ഉണ്ട്. ഇനി അതും കൂടി ഒന്ന് ഫിറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു ഐറ്റം മാഗ്നറ്റിക്കിന്റെ ഒരു വൈറ്റ് ബോർഡ് ഫ്രിഡ് സ്റ്റിക്കർ ആണ്. നമുക്ക് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഐറ്റം പ്ലാസ്റ്റിക്കിന്റെ യൂട്ടിലിറ്റി ഹുക്കാണ്. നമ്മുടെ ബ്രൂമും മോപ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഈ ഒരു 2 എണ്ണം. അടുത്തൊരു ഐറ്റം ഒരു വുഡന്റെ സ്ട്രെയിനർ ആണ്. നെക്സ്റ്റ് ഒരു ഐറ്റം വന്നത് ഒരു കിച്ചൺ എക്സ്റ്റെൻഡർ ഫോസറ്റ് ആണ്. വേറൊന്നും തന്നെയല്ല, നമുക്ക് സിങ്കൊക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ ഒരു ഐറ്റം, കിച്ചൺ ഫോസറ്റ്. അടുത്തൊരു ഐറ്റം വന്നത് സിങ്ക് ഓർഗനൈസർ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചെറിയൊരു സിങ്ക് ഡ്രെയിനിങ് ബാസ്ക്കറ്റ് വാങ്ങിച്ചത് അതേപോലത്തെ ഒരു ഐറ്റം ആണ്. നമുക്ക് ഡിഷ് വാഷർ ലിക്വിഡ്, ബ്രഷ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിങ്ക് ഓർഗനൈസർ ആണ്. നമുക്ക് ഇതിൽ കൂടി തന്നെ വെള്ളം ഇറങ്ങി കറക്റ്റ് സിങ്കിലേക്ക് തന്നെ ഡയറക്റ്റ് വെള്ളം പൊയ്ക്കോളും. നെക്സ്റ്റ് ഐറ്റം വന്നത് ഒരു ഓയിൽ റെസിസ്റ്റന്റ് പേപ്പർ ആണ്. എയർ ഫയറിനുള്ളിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അങ്ങനെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രൊഡക്റ്റ് ആണ് ഒരു കോർണർ റാക്ക്. ഇത് നമ്മ ബാത്റൂമിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഇതൊരു 4 തട്ടായിട്ടാണ് വന്നത്. ഇത് ഓൾറെഡി ഞാൻ ഒരെണ്ണം നേരത്തെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇങ്ങനത്തെ ഒരു മോഡലിലാണ് ആ ഒരു കോർണർ റാക്ക് വന്നത്. ഇത് നമുക്ക് കോർണറിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ബാത്റൂമിന്റെ ഉള്ളിൽ വാങ്ങിച്ചത്. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും വെക്കാം. ബെഡ്റൂമിലാണെങ്കിലും എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് വെക്കാം. റോളിംഗ് ടൈപ്പിലാണ് ഇത് വന്നത്. ഒരു 4 വീലുണ്ട് താഴെയായിട്ട്. ഒരു 4 തട്ടായിട്ടുള്ള ഒരു കോർണർ റാക്ക്. അപ്പൊ അങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോ എല്ലാം കഴിഞ്ഞു. ഇതൊക്കെയായിരുന്നു ഞാൻ ടെമുന്ന് വാങ്ങിച്ച പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ. എല്ലാവരും എന്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.